ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. മണിക്കൂറുകൾ 10-11 മണിക്കൂറും ഒക്കെ ക്യൂ നിന്നാണ് അയ്യപ്പ ദർശനം സാധ്യമാകുന്നത്. അങ്ങനെ ഭക്തരുടെ അളവ് കൂടിയതുകൊണ്ട് തന്നെ ഇന്ന് 2 മണി വരെ ദർശനം നീട്ടി. പക്ഷേ ആ ദർശനത്തിലും ഒതുങ്ങുന്നില്ല. ഭക്തർ ഇപ്പോഴും അവിടെ കാത്തു നിൽക്കുകയാണ്. 1 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ശബരിമല ശ്രീകോവിൽ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ അഭൂതപൂർവമായ ഒരു തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഏകോപനങ്ങളെല്ലാം പാളിയിട്ടുണ്ട്. സുരക്ഷാ സംവിധാനങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും മുൻപരിചയമുള്ള ഉദ്യോഗസ്ഥരൊക്കെ സേവനം ഉണ്ടായിട്ടുണ്ട് എന്നടക്കം വലിയ സംശയം ഉണ്ടാകുന്നുണ്ട്. ADGP നേരത്തെ പറഞ്ഞത് അല്പസമയത്തിനകം ഈ തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ കാര്യക്ഷമമാക്കും എന്നാണ്. പക്ഷേ NDRF RAF പോലെയുള്ള കേന്ദ്ര ഏജൻസികൾ പരിചയസമ്പന്നരായിട്ടുള്ള ഈ ക്രൗഡ് മാനേജ്മെന്റ് നന്നായിട്ട് കൈകാര്യം ചെയ്ത് മുൻപരിചയമുള്ള ഈ 2 സംവിധാനങ്ങളും ഇതുവരെയും ശബരിമലയിൽ എത്തിയിട്ടില്ല എന്നത് എടുത്തു പറയണം. നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K Jaykumar മാതൃഭൂമി ന്യൂസിലെ തത്സമയം പറഞ്ഞത് അവരുമായി ആശയവിനിമയം നടത്തി ഉടൻ ഈ സംവിധാനങ്ങൾ ശബരിമലയിലേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. അതേസമയം ഭക്തരെ സംബന്ധിച്ചോളം ഭക്തജനങ്ങൾ മണിക്കൂറുകൾ ക്യൂ നിൽക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അതുമൂലം പലയിടങ്ങളിലായി ശരംകുത്തി, അപ്പാച്ചി വീട് തുടങ്ങിയ പലയിടങ്ങളിലും പല ഭക്തരും കുഴഞ്ഞു വീണു. കുട്ടികളെ സംബന്ധിച്ചുള്ള കുഞ്ഞുങ്ങൾക്ക് അവർക്ക് കൃത്യമായിട്ട് വെള്ളവും മറ്റ് ഭക്ഷണം പൊതികളൊക്കെ എത്തിക്കുന്നതിലും ചില വീഴ്ചകൾ പലയിടത്തായി സംഭവിക്കുന്നു എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ശബരിമലയിൽ കാണുന്ന ഈ അഭൂതപൂർവമായ തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണം. കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, ഒടുവിലത്തെ വിവരങ്ങൾ എന്താണ്? ഇപ്പോൾ ശബരിമല നട അടച്ചിരിക്കുന്നു. അരമണിക്കൂറിന് ശേഷം വീണ്ടും ദർശനത്തിനായി ശ്രീകോവിൽ തുറക്കാൻ പോവുകയാണ്. ഇപ്പോഴും തിരക്ക് അവിടെ ഉണ്ടോ? തിരക്കിന് യാതൊരു കുറവുമില്ല പ്രജീഷ്. തിരക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം എങ്ങനെയാണോ നേരത്തെ ഉണ്ടായിരുന്ന തിരക്ക് അതിന് സമാനമാണ്. പക്ഷേ നമ്മൾ 18-ാം പടിയിലേക്ക് പോകുമ്പോൾ 18-ാം പടിയിൽ ആ ഭക്തരെ കയറ്റിവിടുന്നതിൻ്റെ വേഗത വളരെ കുറവാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാര്യം നമുക്ക് ഈ സ്റ്റോപ്പാസിലേക്ക് നോക്കാം. ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 42 43 44 45 46 47 48 49 50 51 52 52 53 54 55 56 57 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 57 ആൾക്കാർ, അതായത് 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 57 ആൾക്കാരെയാണ് സന്നിധാനത്തേക്ക് കയറ്റിവിടാൻ സാധിച്ചിട്ടുള്ളത്. അതായത് പരമാവധി 80-90 ആൾക്കാർ ഓരോ സമയത്തും കയറി പോകേണ്ടതാണ്. പക്ഷേ ഒരു സമയത്ത് ഏതാണ്ട് 57, നമ്മൾ ആ ദൃശ്യങ്ങൾ സഹിതം കാണിച്ചാണ്, 1 മിനിറ്റ് കഴിഞ്ഞ സമയത്താണ് 57 പേരെ മാത്രമാണ് സന്നിധാനത്തേക്ക് കയറ്റിവിടാൻ സാധിക്കുന്നത്. ഒരു സമയമായിരിക്കും. അതുകൊണ്ട് ഈ കയറ്റത്തിൽ ഒരു പക്ഷേ ഒരു സ്ലോ ഉണ്ടായേക്കാം.